ഹലോ ഫ്രണ്ട്സ്, കഫ്താൻ കുർത്തി പഠിപ്പിച്ചതിന് ശേഷം പുതിയതായിട്ട് ഞാൻ വേറെ ക്ലാസ് ഒന്നും റെഡിയാക്കിയിട്ടില്ല. എനിക്ക് കുറേ പണി ഉണ്ടായിന്. എനിക്ക് കുറച്ച് നോട്ട്സൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിന്. പിന്നെ ആരി വർക്കിൻ്റെയും ഹാൻഡ് എംബ്രോയ്ഡറിൻ്റെയൊക്കെ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനും ക്ലാസ്സുകളൊക്കെ എടുത്തു വെക്കാനെല്ലാം ഉണ്ടായതുകൊണ്ടാണ് ഇതാ. പിന്നെ എൻ്റെ സാധനങ്ങളെല്ലാം ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വീണ്ടും കൊണ്ടുവന്ന് എല്ലാം അങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ടേക്ക് എടുക്കും, ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാം ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് വരും. അപ്പോൾ എല്ലാം പഴയ പോലെ തന്നെ ഓരോ സ്ഥലത്ത് വെക്കൽ കുറച്ച് പണിയില്ല കാര്യമാണ്. കണ്ടില്ലേ, കുറേ പഴയ സാധനങ്ങളെല്ലാം ഇങ്ങനെ വൃത്തിയാക്കുമ്പോൾ ആയിരിക്കും കിട്ടുന്നത്. ഇതെല്ലാം ഓരോന്ന് ചെയ്യുന്ന ടൈമിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ വെച്ചു കൊടുക്കാമായിരുന്നു ഞാൻ വിചാരിക്കുന്നത്. ഇതാ, ഈ ഒരു ഗമ്മൊക്കെ ഞാൻ മുന്നേ കോളേജിൽ പോകുന്ന ടൈമിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതായിരുന്നു. ഇതാ കണ്ടില്ലേ, ഇത് നമുക്ക് ഒട്ടിക്കാനൊക്കെ ഉണ്ടാവും. ഫാഷൻ ഡിസൈനും പഠിക്കുന്നവർക്കൊക്കെ അറിയാം. പശയും ബ്രൗൺ ഷീറ്റും അങ്ങനെ എല്ലാം നമുക്ക് ആവശ്യമുണ്ട്. കുറേ സാധനങ്ങൾ ഇതൊക്കെ ഞാൻ കുറേ ഒപ്പരം വാങ്ങി വെക്കലുണ്ട്. ചോക്കും കാര്യങ്ങളും ലേസൊക്കെ വാങ്ങി വെക്കുന്നുണ്ട്. നമുക്ക് കുറേ ആവശ്യം വരും ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നതെങ്കിൽ. പിന്നെ ഇത് ഞാൻ നൈറ്റി സെയിൽ ചെയ്യുന്ന ടൈമിൽ, നൈറ്റി കുറേ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുന്ന ടൈമിൽ ഞാൻ സിബൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിന്. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ ഒരു ബോക്സിൻ്റെ അകത്ത് എല്ലാം കൂടെ മിക്സായിട്ട് നിൽക്കുകയാണ്. കുറേ ബീഡ്സും ഉണ്ട് അതിൻ്റെ അകത്ത് വീണ് കിടക്കുന്നത്. പിന്നെ ഈ ഒരു ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഞാൻ അധികവും ഒട്ടിക്കാറുള്ളത്. ബ്ലൗസിനൊക്കെ ഞാൻ ഒട്ടിക്കുന്നത്. ഇത് വേഗം നമുക്ക് അവിടെ ഒട്ടും. മറ്റേതുപോലെ കുറച്ച് ടൈം ആവശ്യമില്ല. അതുകൊണ്ട് എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്, B7000 എന്ന് പറഞ്ഞത്. പിന്നെ ഈ നോട്ട് കണ്ടില്ലേ, ഇത് ഞാൻ കട്ടോരി ബ്ലൗസിൻ്റെ ഒരു നോട്ട് നിങ്ങൾക്ക് വേണ്ടി എഴുതി വെച്ചിട്ടുള്ളതായിരുന്നു. പക്ഷേങ്കിൽ അത് കുറച്ച് ടഫായതുകൊണ്ട് ഞാൻ വിചാരിച്ചു പിന്നീട് അതിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ച്. എനിക്കും കുറച്ച് ടഫായിട്ട് അത് തോന്നി. ഞാനും കൂടുതലായിട്ട് ചെയ്ത് പ്രാക്ടീസ് ഇല്ല, എന്നാലും കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും ഇവിടെ അധികം ആൾക്കാർ കട്ടോരി ബ്ലൗസ് യൂസ് ചെയ്യലില്ല എന്ന് തോന്നുന്നത്. അധികം ക്രോസ് കട്ട് ബ്ലൗസ് അങ്ങനത്തെ അല്ലല്ലേ. അപ്പോൾ ഞാൻ തുണിയും സാരീൻ്റെ അന്നൊക്കെ കട്ട് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എല്ലാം വൃത്തിയാക്കി വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും നമുക്ക് നല്ലത്. കുറേ ഇങ്ങനെയെല്ലാം ഇട്ടിട്ട് കാണുമ്പം സ്റ്റിച്ച് ചെയ്യാൻ തന്നെ ഒരു മൂഡ് വരുന്നില്ല. പിന്നെ നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യം പറയാൻ കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്, ഒരു വ്ലോഗ് പോലെ. നമ്മളെ ഈ ഒരു ഫ്രീ സ്റ്റിച്ചിങ് ക്ലാസ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ക്ലാസ്സൊക്കെ എണ്ണി നോക്കിയപ്പോൾ 50ന് മേളിലോട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കുറേ ആയി ഞാൻ ബ്ലൗസ് വരെ പഠിപ്പിച്ചു, നൈറ്റിയൊക്കെ പഠിപ്പിച്ചില്ലേ. അപ്പോൾ ഞാനിപ്പോൾ വിചാരിക്കുന്നത് ഇനി പുതിയതായിട്ട് സ്റ്റിച്ചിങ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് തന്നെ വീണ്ടും തുടങ്ങിയാലോ എന്ന് ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട്. ഈ ക്ലാസ് എൻഡ് ചെയ്തിട്ട് വീണ്ടും സ്റ്റാർട്ടിങ് മുതൽ ബേസിക് ക്ലാസ്സും, തീരെ ഒട്ടും സ്റ്റിച്ചിങ് അറിയാത്തവരൊക്കെ ഉണ്ടാവില്ലേ ഇനിയും, അപ്പോൾ അവർക്കും കൂടെ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ ബേസിക് ക്ലാസ്സുകളൊക്കെ ഇട്ട് മെഷീൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുഞ്ഞു ഡ്രസ്സൊക്കെ പഠിപ്പിച്ചിട്ട് അങ്ങനെ തുടങ്ങിയാലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ നിങ്ങൾ എന്തായാലും നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്തിട്ട് പറയണം. അല്ലെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ ക്ലാസ് പോലെ ആക്കാണ്ട് തോന്നുന്ന പോലത്തെ വീഡിയോസൊക്കെ എടുത്തിട്ടാലോ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെന്നായാലും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഹാൻഡ് എംബ്രോയ്ഡറീൻ്റെ ക്ലാസ്സും ആരി വർക്കിൻ്റെ ക്ലാസ്സും പിന്നെ ഇടയ്ക്ക് ഓരോ കുക്കിംഗ് വീഡിയോസും കൂടെ ഇടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ സ്റ്റിച്ചിങ് ചാനലല്ലേ, കുക്കിംഗ് വീഡിയോ ഇട്ട് കൊളായി പോയാലോ എന്നുള്ള പേടി കൊണ്ട് ഞാൻ വീണ്ടും കുക്കിംഗ് ഇടാത്തതാണ്. സത്യം പറഞ്ഞാൽ ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ടിങ് തുടങ്ങിയപ്പം എല്ലാം കുക്കിംഗ് വീഡിയോസാണ് ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ തുടങ്ങിയ പിന്നെയാണ് അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസും പിന്നെ ഞാൻ വിചാരിച്ച സ്റ്റിച്ചിങ് ക്ലാസ്സൊക്കെ ആയിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചത്. പക്ഷേ എനിക്ക് കുക്കിംഗ് വീഡിയോസ് ഇടാൻ നല്ല ഇഷ്ടമാണ്. ഞാൻ ചിലപ്പോൾ വേറെ ചാനലാക്കിയിട്ട് അങ്ങനെ ഇടാമെന്നെല്ലാം വിചാരിക്കുന്നുണ്ട്. എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ് കുക്കിങ്ങിൻ്റെ വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എന്തെന്നാലും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അതാണ് നിൽക്കട്ടെ. ഇപ്പം ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയില്ലേ നിങ്ങൾക്ക്, ഈ ഒരു സ്റ്റാൻഡിന് തന്നെയാണ് എത്രയോ ആൾക്കാർ ചോദിച്ചതെന്നറിയോ, ഇത് സെയിൽ ചെയ്യുന്നുണ്ടോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ ഇത് സെയിൽ ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ ആരി വർക്ക് മെറ്റീരിയൽ സെയിൽ ചെയ്യുന്നുണ്ടോ ചോദിച്ചു. അത് ചെയ്യാൻ എനിക്ക് പ്ലാൻ ഉണ്ട് ഞാൻ, പക്ഷേ അതൊന്നും സെയിൽ ചെയ്യാൻ തുടങ്ങിയില്ല. നൈറ്റി മെറ്റീരിയൽസ് കുറച്ച് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഈ സെയിൽ ചെയ്യുന്നതിനെ പറ്റിയിട്ടൊന്നും കൂടുതൽ അറിവില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് ഓൺലൈൻ ക്ലാസ് എടുക്കലും കാര്യങ്ങളും അങ്ങനെ ആയിട്ട് പോകുന്നത്. അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ
അറിയാത്തതുകൊണ്ടാണ്. പക്ഷേ എനിക്ക് അങ്ങനത്തെ ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഓൺലൈനായിട്ട് നൈറ്റി മെറ്റീരിയലിൻ്റെ സെയിലും കാര്യങ്ങളും ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പിന്നെ ഈ സ്റ്റാൻഡിൻ്റെ കാര്യമല്ലേ പറഞ്ഞു വന്നത്, ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയത്. ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ ഉണ്ട് എന്നാണ് തോന്നുന്നത്. ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയെന്നാണ് തോന്നുന്നത്. എത്രയോ നാളായി ഞാൻ വാങ്ങിയിട്ട്. ഒന്നും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, വാങ്ങിയ പോലെ തന്നെ ഉണ്ട്. ഇതെടുത്ത് നമുക്ക് ഇതിൻ്റെ പാർട്സ് ഇങ്ങനെ ഊരിയിട്ട് ഞാൻ വെച്ചിട്ട് കണ്ടില്ലേ, അതുകൊണ്ട് ഇതെടുത്തിട്ട് നമുക്ക് പോകുന്നതിനെ കൊണ്ടും പ്രശ്നമൊന്നും ഇല്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് 18 ഇഞ്ച് വരെയുള്ള റിങ് ഇടാൻ പറ്റും. ആരോ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എത്ര വരെയുള്ളത് ഇടാൻ പറ്റുമെന്ന്. ഞാൻ 18 ഇഞ്ച് വരെ ഉള്ളതെല്ലാം ഇട്ടിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. പിന്നെ വേറൊരു മോഡൽ കൂടെ ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഞാനത് കാണിച്ചു തരും. പക്ഷേ ഞാനത് വാങ്ങിയില്ല, അതിന് കുറച്ച് വില കൂടുതലാണ്. പക്ഷേ എങ്കിൽ അതെനിക്ക് വാങ്ങണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അതാകുമ്പോൾ നമുക്ക് ഇരുന്നിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ്. ഒരു ചെയറിൽ ഇങ്ങനെ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റിയ പോലത്തെയാണ്. ആരി വർക്കിനുള്ള അങ്ങനത്തെ ചെയ്യുന്നത് നല്ലതല്ലേ, നമുക്ക് പെട്ടെന്ന് കഴുത്ത് വേദന അതൊക്കെ വരും. അപ്പോൾ ഞാൻ ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കലാണ് ഇന്നത്തെ എൻ്റെ പണി. അത് കഴിഞ്ഞ് നിങ്ങൾ എന്തായാലും കമൻറ്റ് ഇടുക, ഏത് രീതിയിലുള്ള ക്ലാസ്സാണ് നിങ്ങൾക്ക് കൂടുതലായും വേണ്ടത്, സ്റ്റിച്ചിങ് ക്ലാസ് ആണോ, അതൊക്കെ നിങ്ങൾ കമൻറ്റ് ഇടുക. എന്നിട്ട് ഞാൻ അതിനനുസരിച്ചിട്ടായിരിക്കും വീഡിയോ എല്ലാം ഇനി ഇടാൻ പോകുന്നത്. ചില ആൾക്കാർ എനിക്കറിയാത്ത രീതിയിലുള്ള ഡൗട്ട് ചോദിച്ചുകൊണ്ട് ഞാൻ അതിന് റിപ്ലൈ കൊടുത്തിട്ടില്ല. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ കൊടുക്കാം, അല്ലെങ്കിൽ ആരുടെടുത്തെങ്കിലും ചോദിച്ചിട്ട് ഞാനത് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. കമൻറ്റിന് റിപ്ലൈ തരാത്തതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കരുത് കേട്ടോ, മനഃപൂർവ്വം തരാത്ത പോലെ അങ്ങനെയൊന്നും തോന്നരുത്. പിന്നെ ഞാൻ എൻ്റെ ഒരു നമ്പർ കൂടെ കൊടുത്തേക്കാം ഈ ഒരു വീഡിയോയിലല്ല, ഞാൻ വേറെ സിം എടുത്തിട്ട് ആ നമ്പർ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇതെൻ്റെ പേഴ്സണൽ നമ്പർ ആയതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല. പിന്നെ മുന്നേ ഒരു നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ അകത്ത് ഇപ്പോൾ കിട്ടൂല കേട്ടോ, എന്നെ വിളിച്ചാലും കിട്ടൂല, മെസ്സേജ് അയച്ചാലും ഒന്നും കിട്ടൂല. ആ സിം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ആ സിം പോയി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് ഞാൻ വേറെ നമ്പർ കൊടുക്കാം, ഓൺലൈൻ ക്ലാസ്സിൽ ചേരാൻ ആഗ്രഹമുള്ളവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റയിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി, എംബ്രോയ്ഡറി ക്ലാസ്സിൻ്റെയും ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കണമെങ്കിൽ കേട്ടോ. ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളത്. എന്തായാലും ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമുക്ക് എന്നാൽ അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ കാണാം. ഡെയിലി വീഡിയോ ഇടാൻ നോക്കുന്നുണ്ട്. ശരി, എന്നാൽ ബൈ.